അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ബഹുമാന്യരായ അതിഥികളെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരിലും സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ രക്ഷയും കരുണയും സദാ വർഷിക്കുമാറാകട്ടെ. ബന്ധങ്ങളുടെ മഹോത്സവം, ദൃശ്യോത്സവം ഇവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി കണ്ണൂരിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്ത ഒരു പ്രദർശനത്തിനാണ് ഇന്നിവിടെ സമാപനം കുറിക്കുന്നത്. 10,000-ങ്ങളാണ് ഓരോ ദിവസവും ഈ പ്രദർശനം കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. ഇപ്പോഴും ആ ഒഴുക്ക് തുടരുകയാണ്. സത്യത്തിൽ 10 ദിവസമാണ് ഈ പ്രദർശനം ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചതെങ്കിലും 10 ദിവസത്തെ ഈ പ്രദർശനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി 1 മാസമായി ഈ മൈതാനത്തിൻ്റെ മണ്ണും വിണ്ണും അറിഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ചെലവഴിക്കുകയായിരുന്നു. കേരളത്തിലെ പ്രമുഖരായ 30ഓളം രംഗകലാകാരന്മാർ കഴിഞ്ഞ 1 മാസത്തിലേറെക്കാലം ഈ ഗ്രൗണ്ടിൽ കേന്ദ്രീകരിച്ച് നമുക്ക് വേണ്ടുന്ന കാഴ്ചകൾ, ദൃശ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ മോഡലുകൾ സൃഷ്ടിക്കുകയായിരുന്നു. ഡയലോഗ് സെൻറ്റർ കേരള അവർക്ക് ആശയസമ്പുഷ്ടമായ സ്ക്രിപ്റ്റ് നൽകിയപ്പോൾ ഭാവനാസമ്പന്നമായ മോഡലുകളാണ് ഇവിടെ ജന്മമെടുത്തത്. കണക്റ്റ് ഉയർത്തിപ്പിടിച്ച ദൈവം, പ്രപഞ്ചം, മനുഷ്യൻ എന്ന ശീർഷകം ഈ കാലഘട്ടം തേടുന്ന നന്മയുടെ എല്ലാ ബന്ധങ്ങളെയുമാണ് പ്രതിനിധാനം ചെയ്തത്. നന്മകൾ ചോർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹികാവസ്ഥയിൽ നിന്നുള്ള പുനരാലോചനയുടെ പ്രസരണമായിരുന്നു യഥാർത്ഥത്തിൽ കണക്റ്റ്. ആശയറ്റ മനുഷ്യന് പ്രതീക്ഷ നൽകിയ മോട്ടിവേഷനായിരുന്നു കണക്റ്റ്. അതുകൊണ്ട് തന്നെ കണക്റ്റ് സന്ദർശിച്ച ഓരോ മനസ്സുകളും ആ മനസ്സുകളിൽ നിന്ന് മറ്റു മനസ്സുകളിലേക്ക് ഇവിടെ പ്രസരിച്ച നന്മകൾ പരസ്പരം പങ്കുവെച്ചതിൻ്റെ ദൃഷ്ടാന്തങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ 10,000-ങ്ങൾ ഒഴുകി വന്നത്. ഞങ്ങൾ വളരെ ക്ഷമാപണത്തോടും വളരെ വിനയത്തോടു കൂടിയാണ് ഈ പരിപാടി സമാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കണക്റ്റയിൽ നിന്നും ഉയർകൊള്ളുന്ന സന്ദേശങ്ങൾ, മെസ്സേജുകൾ, ആശയങ്ങൾ, സാംസ്കാരിക സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന കാര്യം പ്രസരിച്ചപ്പോൾ 2, 3, 4 മണിക്കൂറുകൾ കാത്തിരുന്നു കൊണ്ടാണ് ഈ കണക്റ്റയിലെ എക്സിബിഷൻ ഹാളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ 2, 3 മണിക്കൂർ മുമ്പ് ഇവിടെ വന്നവരായിരിക്കും. കണക്റ്റ് കാണാൻ അകത്തേക്ക് കടന്നാൽ 40 മിനിറ്റെങ്കിലും മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ കേൾക്കേണ്ടി വരും. ആ ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾ വളരെ ചുരുക്കി അവതരിപ്പിച്ചപ്പോഴും സാധാരണ രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന കണക്റ്റ് രാത്രി 9 മണി വരെയും നിലക്കാത്ത പ്രവാഹമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജ്വാലയായി, ജലമായി ഇത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടുന്നാണ് ഞങ്ങൾ സമാപനത്തിലേക്ക് നീങ്ങുന്നത്. ഞങ്ങളിത് കാഴ്ചകളുടെ ദൃശ്യോത്സവം എന്നാണ് പേര് നൽകിയത്. പക്ഷേ ചിന്താവിപ്ലവത്തിൻ്റെ മഹോത്സവമാണിത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രതീക്ഷകളുടെ മഹോത്സവമാണ്.
ജനനം മുതൽ ജീവിതാവസ്ഥകളുടെ വിവിധ പരിണാമ കാഴ്ചകൾ കണ്ട് മരണമാകുന്ന യാഥാർത്ഥ്യത്തിൻ്റെ അർത്ഥവും അറിവും നേടിയാണ് ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. കണക്റ്റ് സന്ദർശിച്ച ഓരോ വ്യക്തിയും അയാളുടെ ജീവിതാവസ്ഥകളോട് സ്വന്തത്തോട് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. സ്വയം വിമർശനപരമായ ആത്മമതകങ്ങൾ ചിലപ്പോൾ കണ്ണീരായും ആത്മഗതമായും വിതുമ്പലായും ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ടീം പലരെയും അത് പകർത്തി ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബോധ്യങ്ങളുടെയും വലിയ അനുഭവ സാക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഇന്ന് നമ്മൾ ഇവിടെ സമാപിക്കേണ്ടത് ഉള്ളത് കൊണ്ട് മാത്രമാണ് സമാപിക്കുന്നത്. ഞങ്ങൾക്കറിയാം 10 ദിവസം എന്നത് വലിയൊരു ദിവസമാണ്. ഈ വേദിയിൽ കണ്ണൂർ നഗരത്തിലെ എല്ലാ സാംസ്കാരിക പരിപാടികളുടെയും നേതൃസ്ഥാനത്തുള്ള മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിനറിയാം, കണ്ണൂരിൽ സാധാരണ നിലയിൽ ഒരു സാംസ്കാരികോത്സവം, ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിന് ടൈം നിശ്ചയിക്കുക. അതും 4-5 ദിവസങ്ങളിലാണ് പ്രദർശനം നടക്കാറുള്ളത്. പക്ഷേ ഞങ്ങൾ 10 ദിവസം ഞങ്ങൾ നടത്തിയപ്പോഴും ഇന്ന് രാവിലെ പലരും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു 2-3 ദിവസത്തേക്ക് നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയുണ്ടായി. പക്ഷേ നമുക്ക് യാതൊരു നിർവാഹവുമില്ല. നിയമപരവും മറ്റുമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ മുമ്പിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ കണക്റ്റ് ഇവിടെ സമാപിപ്പിക്കുകയാണ്. ഈ സായാഹ്നത്തിൽ ഞങ്ങൾ പിരിയുകയാണ്. ഇവിടെ ഈ സമാപന സമ്മേളനം, ഔപചാരികമായ സമാപന സമ്മേളനം നടക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും, എക്സിബിഷൻ കാണാൻ ക്യൂ നിൽക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ സമാപന സമ്മേളനത്തിൻ്റെ പേരിൽ ഹൃദ്യമായി സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച ഹനീന താജ്, നൂർ ഹയാ കബീർ എന്നിവരെ ഈ വേദിയുടെ, ഈ സന്ദർഭത്തിൻ്റെ, ഈ സദസ്സിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ ടി മുഹമ്മദ് വേളം അവർകളാണ്. അദ്ദേഹം ഡയലോഗ് സെൻറ്ററിൻ്റെ കേരളത്തിൻ്റെ അധ്യക്ഷനാണ്, ഡയറക്ടറാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ കേരള ശൂറ അംഗമാണ്. ഈ കണക്റ്റയുടെ ആശയതലത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി 2-3 പേർ പണ്ഡിതന്മാർ, ഇതിൻ്റെ പിന്നിൽ അണിനിരുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. VP ഷൗക്കത്ത് അലി സാഹിബ്, വൈ ഇർഷാദ് സാഹിബ് തുടങ്ങിയ ഈ എക്സിബിഷൻ്റെ പിന്നണിയിലെ നേതൃപരമായ പങ്ക് വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ടി മുഹമ്മദ് സാഹിബ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. അദ്ദേഹത്തെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ അവർകളാണ്. നമുക്കറിയാം, മുഖവര ആവശ്യമില്ലാത്ത വിധം കേരളീയ സാംസ്കാരിക മേഖലയിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനും പ്രഭാഷകനും ചിന്തകനുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കണക്റ്റയുടെ സ്ക്രിപ്റ്റ് ടീമിനെ ആദരിക്കുന്ന, കണക്റ്റയ്ക്ക് വേണ്ടി ചിന്താപരമായിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് രൂപപ്പെടുത്തിയ ടീമിനെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ആ ചടങ്ങിൽ അത് ഏറ്റുവാങ്ങുന്ന ബഹുമാന്യനായ വൈ ഇർഷാദ് സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് MK മുഹമ്മദ് അലി സാഹിബാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അസിസ്റ്റൻ്റ് അമീറായ MK മുഹമ്മദ് അലി സാഹിബിനെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക്, ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡെപ്യൂട്ടി മേയർ KP താഹിർ സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കകം എത്തും. ഇതിൻ്റെ സംഘാടന സന്ദർഭത്തിൽ തന്നെ എല്ലാ നിലയിലും ഇവിടെ വരികയും ഇതിൻ്റെ പ്രാഥമികമായ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തതാണ് താഹിർ സാഹിബ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, മുൻ മേയർ, ഇവിടെ സന്നിഹിതമായിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം, നമ്മുടെ കണ്ണൂരിൽ നഗരത്തിലെ സുപരിചിതനാണ്, എല്ലാ വേദികളുടെയും നിറസാന്നിധ്യമാണ്. ഞങ്ങളുടെ ഈ സംഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ഞങ്ങളോടൊപ്പം ചില സന്ദർഭങ്ങളിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ ടി.ഒ. മോഹനൻ്റെ സാന്നിധ്യത്തെ ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വവും ബഹുമാനപൂർവ്വവുമാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നവാഫ് പാറക്കടവ് ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. ഷിഫാന സുബൈർ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കും. അവരെയും ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലയിലെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിലൂടെയുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. GK എടത്തനാട്ടുകര നമ്മുടെ ഡയലോഗ് സെൻറ്ററിൻ്റെ സെക്രട്ടറിയാണ്. ഈ പരിപാടിയുടെ എക്സിബിഷൻ്റെ ആശയതലത്തെ രൂപപ്പെടുത്തുന്നതിൽ പിന്നണിയിലുണ്ടായിരുന്ന പണ്ഡിതനാണ്. അദ്ദേഹവും വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ള കുഞ്ഞ് ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ സമാപന സമ്മേളന വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. സമാപന പ്രഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് TK മുഹമ്മദ് അലി സാഹിബാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്നത് സംഘാടക സമിതിയിലെ പ്രതിനിധി വകുപ്പിൻ്റെ അധ്യക്ഷൻ കൂടിയായ അബ്ദുൽസലാം മാസ്റ്ററാണ്. അദ്ദേഹത്തെയും ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സമാപന സമ്മേളനത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.